എത്ര നേരമായി ഈ കൊച്ചെവിടെ പോയി കിടക്കുക? നേരത്തെ വരില്ലെന്ന് പറഞ്ഞത് ഒരനുസരണയില്ല. കൊച്ചു വന്നോ സീതേ? ഇല്ല അമ്മേ, നേരെ ഒരുപാടായല്ലോ. ചേട്ടൻ വരുന്നുണ്ട്. എന്താ സീതേ? കൊച്ചിതുവരെ വന്നിട്ടില്ല. അതെന്താ? വരാനുള്ള സമയം കഴിഞ്ഞല്ലോ. ഇപ്പം കവലയിൽ ബസ് ഇറങ്ങി കാണും. ഞാൻ പോയി വിളിച്ചോണ്ടുവരാം. നീ ഇതങ്ങ് വെച്ചോ. നീയൊന്ന് സമാധാനപ്പെടുത്തേ. കൊച്ചിപ്പ വരുന്നേ. നിങ്ങൾ തേർ പോയി കിടക്കുന്നതിന്റെ മനുഷ്യ പള്ളി പോയതാ. ആ സീതയുടെ മോള് കാലത്ത് കൂട്ടുകാരുടെ വീട്ടിൽ കല്യാണത്തിന് പോയതാ. ഇതുവരെ വന്നിട്ടില്ല. അന്വേഷിച്ചു പോയ ഭാസ്കരനെയും കണ്ടിട്ടില്ല. ആ തള്ളയും പെണ്ണും അവിടെ നെലോളി കൂട്ടുക. വേറെ ഇമ്മക്കൊന്ന് പോയി വെക്കാം. മഴ പെയ്യുണ്ട്. നടക്കി. അല്ലാ, ഓൾക്ക് എന്താ പറ്റിയ? വേഗം നടക്ക് പഠിച്ചോനെ. ആളറങ്ങാണ്ട് പാമ്പ് പാമ്പ് പോലെ 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 ഇവിടെ ഇറങ്ങട്ടാ. തരത്തിപ്പോയി. ഫോണാണെങ്കിൽ അവൾ കൊണ്ടുപോയിട്ടില്ല. കൂട്ടുകാരികളുടെ ഫോണെന്നെങ്കിലും അവൾക്കൊന്ന് വിളിച്ചു. എന്റെ കൊച്ചിന് എന്തെങ്കിലും പറ്റിണ്ടാവും, എനിക്ക് ഉറപ്പാ. ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ആലോചിക്കാണ്ട് എന്റെ സീതേ. ഓളിപ്പ വരൂ. സന്തോഷിന്റെ ഓട്ടോറിക്ഷയാണല്ലേ അത്? കൊച്ചെവിടെ? എന്റെ കൊച്ചിന് എന്താ പറ്റിയേ? എന്റെ കൊച്ചിന് എന്താ പറ്റിയേ പറ. എന്റെ കൊച്ചിന് എന്താ പറ്റിയത്? കൂടെ പഠിക്കുന്ന 2 കുട്ടികളുടെ വീട്ടിൽ പോയി അന്വേഷിച്ചായിരുന്നു. പക്ഷെ അവരുടെ അറിവിൽ ഇതുപോലൊരു കല്യാണം നടന്നിട്ടില്ല. അപ്പോ ഉസ്താദ് സംശയിക്കണ്ട, സംഗതി വിളിച്ചോടം തന്നെയാ. പ്രേമം. പറ, എന്റെ കൊച്ചിന് എന്താ പറ്റിയത്? എന്താ അത്? എനിക്കറിയില്ല സീതേ. പടച്ചോനെ, ഈ കുട്ടി ആളാരാന്നറിയാമോ? അതറിയില്ല. അങ്ങനെയെങ്കിൽ പോലീസ് അറിയിക്കട്ടെ സന്തോഷേ. കാലമല്ലാത്ത കാല. അത് തീർച്ചയായിട്ടും വേണം. ശരി, നിങ്ങൾ വിഷമിക്കാണ്ടിരി. കുട്ടി ഇപ്പൊ വരുന്നേ. ഭാസ്കര, നീ ഇങ്ങോട്ട് വന്നേ. നമുക്ക് ഇവിടം വരെ പോവാം. വാ. നൊലോളിക്കണ്ട, ഓളിപ്പ വരും. വണ്ടി എടുക്ക് സന്തോഷം. ഹലോ, തലരൂർ പോലീസ് സ്റ്റേഷൻ. എന്റെ പൊന്ന് സഹോദരി, കറണ്ട് ഇല്ലെങ്കിൽ കറണ്ട് ഉണ്ടാക്കാൻ ഇത് KSEB ഓഫീസൊന്നുമല്ല. കേസെടുക്കുന്ന സ്ഥലമാ പോലീസ് സ്റ്റേഷൻ. ഓ ഓ ശരി, എങ്കിൽ അറിയിക്കാം. കേട്ടോ മോനെ, ആ പാലേക്കര ഭാഗത്ത് കറണ്ടില്ലെന്ന്. KSEBിലോട്ട് വിളിച്ചിട്ട് അവർ ഫോണും എടുക്കുന്നില്ലെന്ന്. ഒന്ന് വിളിച്ചു നോക്കി. വിളിക്കാം സാർ. കഞ്ഞി കുപ്പില്ലെങ്കിലും ആളുകൾ വിളിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക്. പറയടാ വില്ലേജ്. സാറേ, ഒരു അബദ്ധം പറ്റിയതാണ് സാർ. ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്കുക സാറേ. നിന്ന് കുണുങ്ങാതെ മര്യാദക്ക് വില്ലേജ് പറയടാ.
കുമാരപുരം. കുമാരപുരം. കരയോ? ചെത്തിക്കോട്. ചെത്തിക്കോട്. കയ്യിൽ ഫോണുണ്ടല്ലേ? ജാമ്യത്തിന് ആളെ വിളിച്ചോ, വീട്ടിൽ പോകണമെങ്കിൽ. ഇല്ലെങ്കിലേ കൊതുകടിയും കൊണ്ട് ഇന്നിവിടെ കിടക്കേണ്ടി വരും. സാറേ, ഞങ്ങൾ പരസ്പരം ജാമ്യം നിന്നാ പോരെ? നിങ്ങൾ പരസ്പരം നിൽക്കാമെന്നോ? അപ്പം നിനക്കൊക്കെ ഇത് സ്ഥിര ഏർപ്പാടല്ലേ? എന്തിനാടാ മക്കള് തിന്നേണ്ട മുതൽ സർക്കാരിൻ്റെ ബാധ്യത തീർക്കാൻ കൊടുക്കണേ? കഷ്ടം തന്നെ. ഹലോ, തളരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നാ. പാലേക്കര ഭാഗത്ത് കറണ്ടില്ല. ആ ശരി. കള്ളന്മാരുടെ ശല്യമുള്ള ഏരിയ അതാ. ആ ശരി. സാർ, എന്താ? അത് ഈ ഭാസ്കരൻ്റെ മോള് ആ. രാവിലെ കൂട്ടുകാരുടെ വീട്ടിൽ കല്യാണത്തിനാന്ന് പറഞ്ഞ് പോയതാ. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അപ്പോ കല്യാണ വീട്ടിൽ അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചു സാറേ, ഉം. പക്ഷേങ്കിൽ അവിടെ അങ്ങനെ ഒരു കല്യാണം നടന്നിട്ടില്ല. ഓഹോ. മോൾക്ക് എത്ര വയസ്സുണ്ട്? 19. സംഗതി ഒളിച്ചോട്ടാണല്ലോ സുഹൃത്തുക്കളെ. ആട്ടെ, കൂട്ടുകാരനാരാന്നറിയൂ? അറിയില്ല. അതും അറിയില്ല. അതറിയാനാണോ മാഷേ പ്രയാസം? ഏറ്റവും അടുത്ത കൂട്ടുകാരികളെ വിളിച്ചൊന്ന് ക്വസ്റ്റ്യൻ ചെയ്താൽ പോരെ? വിവരം ക്ലീൻ ആയിട്ട് ഇഞ്ഞു പോരും. അത് തന്നെ. ആ വഴിക്കൊന്ന് അന്വേഷിക്കാൻ മേലായിരുന്നു. അല്ലാതെ നിങ്ങൾ ഈ പാതിരാത്രിയിൽ ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ എവിടെ പോയി തപ്പാനാ? അവിടെ എങ്ങനെ പോയിരിക്കെ, SI വരും. കയ്യോ കാലോ വളരണേന്ന് നോക്കി തേനേ പാലയെന്ന് പറഞ്ഞ് പെൺകുട്ടികളെ വളർത്തും. പെൺകുട്ടികളാണെങ്കിൽ 18 തികയാൻ കാത്തു നിൽക്കുക കണ്ടവന്റെ കൂടെ ചാടിപ്പോവാൻ. ഇവറ്റകളൊക്കെ വെടിവെച്ച് കൊല്ലണം. ഇന്ന് കേസ് എത്രയുണ്ട്? ഇവന്മാരെയും കൂടി കൂട്ടി ഒരു 8 ആയി സാർ. ചെല്ല് അകത്തേക്കില്ലേ? ബാ ഭാസ്കര. അതെന്താ പിള്ള സാറേ കേസ് കേട്ട്? ഒരു മിസ്സിംഗ് കേസാ. 19കാരി. ഇരിക്കെ. തൽക്കാലം നിങ്ങൾ കൂടി ഒന്ന് അന്വേഷിക്കേ. ഞങ്ങളുടെ അന്വേഷണത്തിനേക്കാൾ ഗുണം അതിനാ. ആ ഒരു കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തേക്ക്. മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ വേണം, ട്രേസ് ചെയ്ത് നോക്കാം. ശരി സാർ. ആ ശരി. നാലാമത്തെ കേസ് 645 അണ്ടർ സെക്ഷൻ 15C അബ്കാരി ആക്ട്. അക്യൂസ്ഡ് ജോസ് അറസ്റ്റ് ആൻഡ് വെയിൽഡ്. അഞ്ചാമത്തെ കേസ് 646 അണ്ടർ സെക്ഷൻ 279 IPC അക്യൂസ്ഡ് സോജൻ അറസ്റ്റ് ആൻഡ് വെയിൽഡ്. സന്തോഷേ, സുബൈക്ക് സമയമായി. നിസ്കരിച്ചിട്ട് വരാം. നീ എങ്ങും പോകരുതേ. ഉസ്താദ് പോയിട്ട് വാ, ഞാനിവിടെ ഇരുന്നോളാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിളിച്ചിട്ട് കിട്ടുന്നില്ലേ? റിങ് ചെയ്യുന്നുണ്ട്, ഫോൺ എടുക്കുന്നില്ല. സൈലന്റിലാണെന്നാ തോന്നുന്നത്. ആ നൗഫലിന്റെ ഭാഗത്തുനിന്ന് ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല.
അവനെങ്കിലും ഒന്ന് സൂചിപ്പിക്കാമായിരുന്നു. ഇതിപ്പോ ആ പെങ്കൊച്ചിന്റെ വീട്ടുകാരോട് ഞാൻ എന്തു പറയും? അവർ കാണും പെണ്ണുമായിട്ട് ആകെയുള്ള കുട്ടിയാ. കൂട്ടുകാരൻ്റെ കല്യാണം. കുറച്ച് ദിവസങ്ങളായി ഓരോ നുണകൾ പറഞ്ഞ് വണ്ടിയെടുത്ത് കമ്പനിയിലെ കാര്യങ്ങൾ നോക്കാതെ ചുറ്റി നടക്കുകയാണ്. ഒരാൺകുട്ടിയല്ലേ എന്ന് വെച്ച് കൂടുതൽ സംശയിച്ചില്ല. ഒക്കെ എന്റെ തെറ്റാ. ഇപ്പൊ തെറ്റു ശരിയും തിരിക്കേണ്ട നേരാണോ? എന്താന്ന് വെച്ചാ വേഗം അങ്ങോട്ട് ചെയ്യാ. ഒരന്യജാതിപ്പെട്ട പെൺകുട്ടിനെ മരുമോളായിട്ട് ഇതിനകത്ത് കയറ്റേണ്ടി വരും. ഞാൻ സമ്മതിക്കൂലട്ടോ. പുകഞ്ഞ കൊള്ളി പുറത്ത്. നീ മിണ്ടരുത്. അസ്സലാമലൈക്കും. വാലൈക്കും സലാം. നിസ്കരിക്കുകയായിരുന്നു സാഹിബേ. എന്താണ് ഈ സമയത്ത്? ഉസ്താദെ, അത് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആ ഭാസ്കരന്റെ മോള്. കേട്ടത് നേരാ. ആ പെൺകുച്ചിനെ കാണാതായി. അന്വേഷിക്കുന്നുണ്ട്. അത് ഉസ്താദെ, അതിനെ അന്വേഷിക്കണ്ട ഉസ്താദെ. എന്താ ആ കുട്ടി, ആ പെൺകുച്ചിന് എന്താ പറ്റിയേ? അത് ആ കുട്ടി മോന്റെ കൂടെയാ പോയിരിക്കുന്നത്. ഓ, ഞാൻ പേടിച്ചുപോയി. ഞാൻ വിചാരിച്ചു. അല്ല, എന്നാലും പ്രശ്നമാണല്ലോ. ഭാസ്കരോട് ഇതെങ്ങനെയാ പറയാ? രജിസ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇളയ മോള് വിളിച്ചു പറയുമ്പോഴാണ് ഞാൻ അറിയണേ. ഇനി എന്ത് ചെയ്യും ഉസ്താദെ? എന്താന്ന് ആകെ പ്രശ്നമായില്ല സഫിയ. എന്താന്ന്